വലിയ സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയ വാദങ്ങളൊക്കെ എല്ലാം തെളിവുകൾ ഉദ്ധരിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മൾ ചോദിക്കുമ്പോഴും തെളിവുകൾ പറഞ്ഞു, ഉത്തരം പറയുമ്പോഴും തെളിവുകൾ പറഞ്ഞു. രണ്ട് ഘട്ടങ്ങളിലും ആയത്തുകളും ഹദീസുകളും എത്ര വേണോ ഒന്ന് പറഞ്ഞപ്പോൾ മറ്റൊരായത്ത് വേണം, അപ്പോൾ മറ്റൊരായത്ത് ചോദിക്കുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മൾ കൊടുത്തു. അൽഹംദുലില്ലാ, ഒന്നിനെപ്പോലും നിരൂപിക്കാൻ മറുഭാഗത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വെല്ലുവിളിച്ച് സംവാദത്തിന്റെ വക്കിലെത്തിയ എൻ്റെ പ്രിയ സഹോദരൻ അനസ് മൗലവിക്ക് ഒന്ന് എണീക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആരൊക്കെ എണീക്കണം? ഇവിടെ ഞങ്ങൾ രണ്ടാളെണീച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ട അവസ്ഥ. ഇനി ബാക്കിയുള്ളവരുടെ കളിച്ച അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ അപ്പുറത്തോട് തയ്യാറുണ്ടോ? ഞങ്ങളെ ബേക്കിലെ ബെഞ്ചിരിക്കുന്ന കുട്ടികളെ വരെ ഞങ്ങൾ കൊണ്ടുവരാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ രണ്ടാൾ മതി, ഇനി വേണോ വേക്കത്തൊക്കെ കൊണ്ടുവരാൻ. പക്ഷെ അനസിനെ ഞാൻ ചോദിച്ചത്, നസറുദ്ദീൻ മൗലവി എന്താ എണീക്കാത്ത ചോദിച്ചിട്ടില്ല, അപ്പുറത്ത് കരുവമ്പയിൽ എന്താ എണീക്കാത്ത ചോദിച്ചില്ല. അനസ് മൗലവി ഞാൻ ചോദിക്കാൻ കാരണം ഒരു വ്യക്തിപരമായിട്ടല്ല, ആവളയിൽ നേരിട്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണനം നടന്നത്, എന്നെ വെല്ലുവിളിച്ചത് അനസ് മൗലവിയാ. അതുകൊണ്ടാ ചോദിച്ച അനസ് എന്താ എണീക്കാത്ത്. ഞാൻ എൻ്റെ നാട്ടുകാരനോട് എണീക്കാൻ പറഞ്ഞിട്ടില്ല, അയാൾക്ക് വൈക്കൂല, പാവാണ്, അവിടെ ഇരിക്കട്ടെ, വേറുള്ളവരൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ അനസ് മൗലവിയെ ചോദിക്കാൻ കാരണം അനസ് മൗലവി ആണ് എന്നെ വെല്ലുവിളിച്ച ആള്. അല്ല നമുക്ക് അനസ് മൗലവിയാണ് വെല്ലുവിളിച്ചത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇവിടെ നമ്മുടെ വാദം എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം. അദൃശ്യമായ രീതിയിൽ, അഭൗതികമായ രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ വാദം ഇപ്പതാ വാദം പിച്ച് ചീന്തി. കാരണം ഇതെങ്ങാനും വീട്ടിൽ കൊണ്ടുപോയി വെച്ച് നോക്കുമ്പോ പഠിച്ച റബ്ബേ, ഇതിങ്ങനെ നേളിക്കും, വിറക്കേണ്ടി വരും, മുട്ടുംകാല് വിറക്കും. അതിനാ പറഞ്ഞ ആ പെട്ടിയിൽ കൊടുന്ന ആ കടത്തനാടൻ തൈലം കൊണ്ടുപോയി തേച്ചോളൂ നിങ്ങൾ പറഞ്ഞത്. ആ പെട്ടി കൊണ്ടുവന്ന് വളരെ ഭംഗിയായിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ പറയട്ടെ, അസാധാരണ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ ഗുണം തേടുന്നതിന്, സഹായം ചോദിക്കുന്നതിന്, ഗുണം പ്രതീക്ഷിക്കുന്നതിനാണല്ലോ പ്രാർത്ഥന എന്ന് പറയുക. അത് ശിർക്കാണെന്നല്ലേ കുഞ്ഞീദ് മദനി പറഞ്ഞത്. അതിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചു. മഹാനായ നബിയുള്ള സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അസാധാരണ രീതിയിലുള്ള തെളിവ് സഹായം തേടി, അസാധാരണ രീതിയിലുള്ള സഹായം തേടി. മിണ്ടിയോ? ഞങ്ങളുടെ അൽവിലായത്ത് വൽ കറാമ വായിച്ചു. KM മൗലവിയെ തള്ളിയില്ലേ നിങ്ങൾ? അൽവിലായത്ത് വൽ കറാമ തള്ളേണ്ടി വന്നില്ല നിങ്ങൾക്ക്. അപ്പൊ പറഞ്ഞു മറ്റൊരായത്ത് വേണം. ആയിക്കോട്ടെ, മറ്റൊരായത്ത്. ഇത് ഹബൂബി കമീസി ഹാദാ ഞങ്ങൾ ഉദ്ധരിച്ചു അല്ലേ? മഹാനായ യൂസുഫ് നബി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ മഹാനായ യൂസുഫ് നബി ആഗ്രഹിച്ചത് ഈ പരിശുദ്ധമായ വസ്ത്രം കൊണ്ടുപോയി ഉപ്പാന്റെ മുഖത്തിട്ട് കഴിഞ്ഞാൽ ആ കാഴ്ച തിരിച്ചു കിട്ടലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അനീഫുമാരുടെ കുപ്പായം കൊണ്ടുപോയിടോ? എന്തേ മിണ്ടിയില്ല? ആയത്ത് ഞങ്ങൾ ഓതി, അടുത്ത ഞങ്ങൾ ഓതി. ഞെട്ടിയില്ലേ? ഞെട്ടിത്തെരിച്ചില്ലേ? പരക്കം പായുന്ന രംഗമല്ലേ കണ്ടത്? എന്താ ഞങ്ങൾ ചോദിച്ചത്? മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ, മഹദിയായ മറിയം ബീവിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം, ഏറ്റവും വലിയ പ്രയാസഘട്ടം. ആ പ്രയാസഘട്ടത്തിൽ മറിയം ബീവി ആ ഗുണം പ്രതീക്ഷിക്കുന്ന ആരിലൂടെയാണ്? മഹാനായ ഈസാ നബിയിലൂടെയാണ്. അതിൽ ഞങ്ങൾ ഇത് ഉദ്ധരിച്ചു, അസാധാരണ രീതിയിൽ ഉദ്ധരിച്ചു. അസാധാരണ രീതിയിൽ നിങ്ങളെ കിതാബ്, നിങ്ങളെ പുസ്തകം ഉദ്ധരിച്ചു. അപ്പൊ അതും തള്ളേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അമാനി മൗലവിയെ കുറച്ച് കരമുള്ളതാണ്, എന്തായാലും വേണ്ടില്ല, കട്ടപ്പെട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. മിണ്ടാൻ കഴിഞ്ഞില്ല, അതും അവിടെ കടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അടുത്ത ചോദ്യം വരുന്നത്. എന്താ ചോദ്യം? ഇതേതാ പുസ്തകം? ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചില സഹായം ചോദിക്കൽ, അത് മറഞ്ഞ കാര്യങ്ങൾ തേടൽ ഷിർക്കിന്റെ പട്ടികയിൽപ്പെട്ടതാണ്. എവിടെ എവിടെ? നിങ്ങളുടെ കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകം. അതിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചു. ഫഅയ്യുനാ നബിയേ, ഞങ്ങളെ കൂട്ടത്തിൽ നാരായണ നബിയേ, ഫഅയ്യുനാ അസ്റഉ. മിണ്ടിയില്ല. എത്ര ചാൻസ് കിട്ടി പറഞ്ഞോ? ഹദീസ് റഈഫാണ് പറയാൻ കഴിഞ്ഞില്ല, ഹദീസിനെ തൊടാൻ കഴിഞ്ഞില്ല. പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ അരികിൽ പോയി മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മുത്തനബിന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, നബിയേ ഇസ്തസ്കിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, ഇസ്തസ്കിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. തൊടാൻ കഴിയോ? അത് തൊട്ടാൽ ഞങ്ങൾക്ക് ഇബ്നു തൈമിയ്യ എടുക്കാനുണ്ട്, ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാ എടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഇബ്നു തൈമിയ്യയെ തള്ളേണ്ടി വരും. അവസാന അവലോകനത്തിൽ ഇതാ ഞങ്ങൾ ഒന്നുകൂടി കൊണ്ടിരിക്കുന്നു. കുഞ്ഞീദ് മദനിയെ തള്ളിയവരോട്, കെ എം മൗലവിയെ തള്ളിയവരോട്, പി കെ അഹമ്മദ് മൗലവിയെ തള്ളിയവരോട്, കരിയമ്പൊയിലിനെ തള്ളിയവരോട്, എല്ലാ മുജാഹിദീൻ തള്ളിയവരോട്, നിങ്ങൾക്ക് ആശയ സ്രോതസ്സായ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനമുണ്ടാക്കി തന്ന അതേ JPCR അതും തള്ളിയവരോട്, ഇതൊക്കെ തള്ളിയവരോട് അവസാനമായി ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ഇതാ വരുന്നു ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ഇതാ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്, ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്. ഇബ്നു തൈമിയ്യ പറയുന്നു, പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയി സഹായം തേടി സംഭവത്തെ കുറിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ വ്യക്തമായി പറയുന്നു, തള്ളൂ, നിങ്ങൾ തള്ളൂ, ഇബ്നു തൈമിയ്യയും തള്ളിക്കോളൂ, ഇബ്നു തൈമിയ്യയും തള്ളിക്കോളൂ. അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഉദ്ധരിച്ചു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മഹദിയായ മുസ്ലിം തങ്ങൾ പറഞ്ഞു, നബിയേ നിർജു ബറക്കത്തുഹു ലിസിബിയാനിനാ, ഗുണം പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ചു, അത് സാധാരണയാണോ? സാധാരണയാണെങ്കിൽ അനീഫ് മൗലവി വേർത്തുകൊണ്ടിരിക്കുന്നു, അനീഫ് മൗലവിയുടെ വയർപ്പൊന്ന് അനസേ കുപ്പിയിലാക്കാൻ പറ്റുമോ? ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്ന് തോണ്ടിക്കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് പറയാൻ പറ്റുമോ, ആദിഹി അത്യബ് തീബിന, ഞങ്ങൾ ഏറ്റവും നല്ല സുഗന്ധമാണ്, ഒന്ന് പറയൂ മൗലവി, ഇത് സാധാരണയാണോ, ഇത് അസാധാരണയാണോ? മിണ്ടിയില്ല, ഇല്ല, മിണ്ടാൻ കഴിയില്ല. അടുത്ത് ഞങ്ങൾ ഉദ്ധരിച്ചു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം പുണ്യ നബിയുടെ വസ്ത്രം കൊണ്ട് വെള്ളത്തിൽ മുക്കുന്നു, ആ കുപ്പ, എന്നിട്ട് ആ വസ്ത്രം കാണിക്കുന്നു, ആദിഹി ജുബ്ബത്തു റസൂലില്ലാ, ഇത് പുണ്യ നബിയുടെ വസ്ത്രമാണെന്ന് പറയുന്നു. ആ വെള്ളം കുടിക്കുന്നു, രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, AP അബ്ദുൽ ഖാദിർ മൗലവി മരണപ്പെട്ടല്ലോ, ഒരു കുപ്പായം എടുത്തിട്ട് മുക്കാൻ പറ്റോ? ഒന്ന് വെള്ളത്തിൽ മുക്കോ, ഒന്ന് കുടിക്കോ? എന്തേ മുക്കാത്ത്, എന്തേ കുടിക്കാത്ത്? അത് പറ്റൂല, കാരണം ഇത് സാധാരണയാണ്, അത് അസാധാരണ മിണ്ടിയില്ല. അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട്, നബിയേ അസ്അലുകം തജ്അലനി മിമ്മൻ, പുണ്യ നബിയേ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ആ ഹദീസ് തൊട്ടോ? തൊട്ടില്ല, ഹദീസ് എന്നെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ പറഞ്ഞു വിടുന്നത്, ഒരാളോടും കാവില്ല ചോദിക്കാൻ പാടില്ല. അപ്പോഴല്ലേ അഭിനനായ MT അബൂബക്കർ വേണ്ടിയിട്ടുള്ളൂ. അഊദു ബിറസൂലില്ലാ, ഞെട്ടിയില്ലേ, ഞെട്ടിയില്ലേ, ഞെട്ടിത്തരിച്ചില്ലേ നിങ്ങൾ? അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെ ആകെ പറഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യം, തീറ്റിന്റെ കാര്യം. നിങ്ങൾ ഗ്യാസ് അടിക്കലാണല്ലോ പറഞ്ഞു കേട്ടല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം. ഇനി ഭക്ഷണത്തെ പറയാൻ പുറപ്പെട്ടാൽ വെട്ടം അബ്ദുള്ള ഹാജിന്റെ ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വായിക്കും. ഞങ്ങൾ ആവളിൽ വായിച്ചിട്ടുണ്ട്. അനസ് വന്നപ്പോൾ മുണ്ടിയിട്ടില്ലല്ലോ. വേറെ ഞങ്ങൾക്ക് ഒരുപാട് വായിക്കാണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയാൻ പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞങ്ങളെ വിഷയം അതല്ല. ഞങ്ങൾ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. കാരണം വിഷയം തന്നെ ധാരാളം പറയാനുള്ളതുകൊണ്ട്. എത്ര കിതാബ് ഞങ്ങൾ കൊണ്ടുവന്നു, എത്ര തെളിവ് ഞങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ പറയാൻ ഞങ്ങൾ അവസരം കാത്തപ്പോ ഒരു ചോദ്യം പോലെ ശരിയായ രീതി ചോദിക്കാൻ അനീഫ് ഗായിക്കോടിക്ക് സാധിച്ചില്ല. അനസിന് എണീക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി അവലോകനത്തിനെങ്കിലും ഒന്ന് എണീക്കാൻ ആവളയിൽ വെല്ലുവിളിച്ച അനസേ, പല സ്ഥലത്തും എന്നെ വെല്ലുവിളിച്ച അനസേ, ഒന്നെണീക്കാൻ കഴിയോ? ബാക്കിയുള്ളവരോട് നമ്മൾ പറയുന്നില്ല. ഇത് വിഷയം ആവളയായതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അനസിനോടും പറയില്ലായിരുന്നു. നമ്മൾ നാസർ സുലൈമിയോട് പറയുന്നില്ലല്ലോ, അന്ന് അസാഫിനോട് പറയുന്നില്ലല്ലോ, ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഞങ്ങൾ അനസ് മൗലവിയോട് പറയാൻ കാരണം അനസ് മൗലവിയാണ് അവിടെ വന്നത്. പിന്നെ ആകെ പറഞ്ഞത് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരെയാണ്. പൊന്മളയെ തള്ളിയോ? ഞങ്ങൾ പോയിട്ട് ഉണ്ടിടണോ മൂപ്പരെ? എന്താ പൊന്മളയോ? സുന്നത്ത് ജമാഅത്തിനെതിരിൽ നിങ്ങൾ വായിച്ച പുസ്തകം ഏത് കാലത്തുള്ളതാ? ആ പുസ്തകം ഏത് കാലത്തുള്ളതാ? ഈ വിഷയം ഏത് കാലത്തുള്ളതാണ്? അതെങ്കിലും ഒന്ന് നോക്കിക്കൂടെ മൗലവി? ഞങ്ങൾ പറയുന്നു പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ മാത്രമല്ല, സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാരെയും പേരോടദ്രമാസക്കാഫയെയും അവരുടെ വിദണ്ഡവാദങ്ങളെയും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങൾ അവരെയും തള്ളും, അവരുടെ ആശയങ്ങളെയും തള്ളും. വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് എതിരായി വന്നാൽ തള്ളുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല.
നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ ഉദ്ധരിച്ച സംഭവങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല, ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല, തെളിവുകളൊന്നും ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. ഫാഷാറത്തിലേഹി, ഇനി എപ്പോഴും നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നു കിടക്കും, ഫാഷാറത്തിലേഹി ഫാഷാറത്തിലേഹി. അപ്പൊ അങ്ങനെ വരും മുദ്ഹാമ്മത്താൻ, ഫാഷാറത്തിലേഹി മുദ്ഹാമ്മത്താൻ. അപ്പോഴേക്ക് യാ അയ്യുഹൽ മലു അയ്യുക്കും യഅ്തിയനി മുദ്ഹാമ്മത്താൻ ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് മുദ്ഹാമ്മത്താൻ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാഷേ കുട്ടികളെ മുന്നിൽ പോയി വല്ലതും ചൊല്ലിക്കൊടുക്കും മാഷേ. അതാണ് ഇനി നല്ലത്. ഈ പണിക്ക് നിൽക്കുന്നതിന് പകരം, ഈ ഉമ്മത്തിനെ കഫറാക്കുന്നതിന് പകരം, ഈ സമുദായത്തിന്റെ പേര് ശിർക്ക് ആരോപിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നല്ലത് അതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? പലപ്പോഴും പലരും പറയാറുണ്ട്, എന്താ സംവാദത്തിന് വരാത്ത്? ഇപ്പൊ കണ്ടില്ലേ, വന്നപ്പോ ഗതി കണ്ടില്ലേ? ഇതാണ് സമസ്തന്റെ കുട്ടികളുമായിക്കൊണ്ട്, സമസ്തന്റെ പ്രവർത്തകരുമായിക്കൊണ്ട് സംവാദത്തിന് വ്യവസ്ഥീകരിക്കാൻ പറഞ്ഞാൽ വ്യവസ്ഥയിൽ പോലും ഒളിച്ചോട്ടം നടത്തുന്നതിന്റെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിന്റെ പിള്ള ഗുട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലായത്. ഇല്ല 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 ഇല്ല, ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള കുട്ടികളുടെ ഒപ്പം നിങ്ങൾക്കൊരു സംവാദം നടക്കാൻ സാധ്യമല്ല, സാധ്യമല്ല. ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ സ്വഹാബത്ത് മുതൽ പരിശുദ്ധരായ സ്വാലിഹീങ്ങളായ ആളുകൾ മുതൽ അവരോടൊക്കെ സഹായം തേടൽ, അവരിന്ന് ഗുണം പ്രതീക്ഷിക്കൽ തൗഹീദിനെതിരല്ല, തൗഹീദിനെതിരല്ല, തൗഹീദിനെതിരല്ല. അസ്സലാമു അലൈക്കും.